ഹായ് മക്കൾസ്, ഇന്നൊരു ഷോപ്പിംഗ് വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്താലോ. എന്നാൽ പിന്നെ തുടങ്ങാം. ഞാൻ അത്ര വലിയ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. ആകെ ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ഇടും, അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് കണ്ണെഴുതും, ലിപ്സ്റ്റിക് ഇടും. ഇത്രയേ ഉള്ളൂ എൻ്റെ മേക്കപ്പ് ലുക്ക്. എന്തായാലും ഒരുങ്ങി, എന്നാൽ പിന്നെ കുറച്ച് പോസും കൂടെ അങ്ങ് ഇടാം. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? അങ്ങനെ ഞാനും അമ്മയായിട്ടാണ് കേട്ടോ പോകാൻ പോകുന്നത്. ഞങ്ങൾ മാത്രമല്ല കേട്ടോ പോകുന്നത്, എൻ്റെ ഫ്രണ്ടും കുഞ്ഞും ഉണ്ടായിരുന്നു. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ. നല്ല വെയിലും ഉണ്ടായിരുന്നു, നല്ല ചൂടുമായിരുന്നു. അതിൻ്റെ കൂടെ ഞാൻ ബ്ലാക്കും കൂടെ ആയിരുന്നു ഇട്ടുകൊണ്ട് പോയത്, പിന്നെ പറയണ്ടല്ലോ. അവർ വരാൻ താമസിച്ചത് ബ്ലോക്ക് ആയതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങി. അങ്ങനെ ചിന്നക്കടയിലേക്ക് ഞങ്ങൾ വെച്ച് പിടിക്കുകയാണ്, ഞാനും അമ്മയും എൻ്റെ കൂട്ടുകാരിയും കുഞ്ഞും. അവളങ്ങനെ ക്യാമറയ്ക്ക് മുന്നിൽ അങ്ങനെ വരാറില്ല കേട്ടോ. അങ്ങനെ ഞങ്ങൾ ചിന്നക്കടയിൽ നിന്നും പോളയത്തോട് പോകുന്ന ബസ്സിലാണ് കേട്ടോ കയറിയിട്ടുള്ളത്. നമ്മൾ പോയത് എവിടെയാണെന്ന് വെച്ചാൽ നമ്മൾ RK വെഡിങ് മാളിലാണ് കേട്ടോ പോയത്. ഇവിടെ ഞങ്ങൾ ആദ്യമായിട്ടാണ് കേട്ടോ പോകുന്നത്. അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടത് സാരി ആയിരുന്നു. അങ്ങനെ സാരി സെഷനിലേക്കാണ് പോയത്. എനിക്കിഷ്ടപ്പെട്ട 2-3 ഞാൻ സെലക്ട് ചെയ്തിട്ട് അത് ഉടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എടുത്ത കളർ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടില്ല കേട്ടോ. അങ്ങനെ അമ്മയ്ക്ക് റെഡിമെയ്ഡ് ബ്ലൗസ് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങോട്ടോടി. അങ്ങനെ വീണ്ടും ഒരു സാരി കണ്ടു, ഒരു പേസ്റ്റൽ കളറാണ് കേട്ടോ. അതും എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതും കൂടെ ഒന്ന് ഉടുത്ത് നോക്കാമെന്ന് വെച്ചു. ഉടുത്ത് നോക്കിയപ്പോൾ അതും കൊള്ളാം. അതിൻ്റെ ഇടയ്ക്ക് പൊന്നിന് വിശക്കുന്നു എന്ന് പറഞ്ഞ് കരഞ്ഞു മെഴുകുകയായിരുന്നു. അവിടുത്തെ സെയിൽസ് ചേട്ടന്മാരും ചേച്ചിമാരും ഒക്കെ ഫ്രൂട്ടി കൊടുത്തിട്ടും അതിലൊന്നും ഒതുങ്ങിയില്ല. കുട്ടിക്ക് മുട്ട പപ്സ് തന്നെ വേണം. അവസാനം ആ മുട്ട പപ്സ് തിരക്കി അവളുടെ അമ്മ ആ പോളയത്തോട് ഫുള്ള് നടന്നു. അവസാനം ഫ്രഞ്ച് ഫ്രൈസിൽ ഒതുക്കി തിരികെ ഞങ്ങൾ കടയിലേക്ക് വന്നു. അങ്ങനെ അവിടെ നിന്ന് നേരെ ഷർട്ട് സെഷനിലേക്ക് വന്നു. ഷർട്ട് എടുത്തു, പാൻറ് എടുത്തു. പിന്നെയും ഞങ്ങൾ റണ്ണിങ് മെറ്റീരിയൽസിലേക്ക് പോയി. എൻ്റെ സ്പോട്ട് അതായതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ആകട്ടെ ഒരു വൈറ്റ് കളർ മെറ്റീരിയൽ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. നല്ല വർക്ക് വരുന്നത് കൊണ്ട് തന്നെ അത് സാരിയായിട്ട് എടുത്തപ്പോൾ നല്ലതായിരുന്നു. ആയതുകൊണ്ട് ഞാൻ ടോപ്പിന് വേണ്ടി മുറിച്ചെടുത്തു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി. ഞങ്ങൾ നേരെ ഒരു ഹോട്ടലിലേക്ക് പോയി. പേരൊന്നും നോക്കിയില്ല, ഒരു കുഴിമന്തി സ്പോട്ടാണെന്ന് മനസ്സിലായി. മന്തി മാത്രമേ ഉള്ളൂ അവിടെ. അങ്ങനെ ഞങ്ങൾ അൽഫാം മന്തി ഓർഡർ ചെയ്തിട്ട് അവിടെ ഇരിക്കുകയാണ്. നല്ല വെയിറ്റിംഗ് ആണ്, നല്ല വിശപ്പും ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ അൽഫാം മന്തി വന്നു, കഴിച്ചു, ഞങ്ങൾ ഇറങ്ങി. അങ്ങനെ ബസ്സിൽ നല്ല തിരക്കായതുകൊണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ഞങ്ങൾ ഓട്ടോയിലിരുന്നപ്പോൾ അങ്ങ് വീഡിയോ ചെയ്തു. അങ്ങനെ ഫൈനലി വീട്ടിലെത്തിയിട്ടുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.